മൈ വെന്യൂ. അപ്പൊ ഇതിന്റെ കുറച്ച് അൺസ്റ്റിച്ച്ഡ് കുർത്തി ഇത് കാണിച്ചു തരാട്ടോ. 3 തന്നെ ഇതേപോലെ ഒരു ക്രോഷോലേസും സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ട് ഇതേപോലെ ആ ഒരു ഡൾ സീക്വൻസ് ഇതിനകത്തുണ്ട്. ഇത് യെല്ലോ കോമ്പിനേഷൻ ആണ് കേട്ടോ വന്നേക്കുന്നത്. അതിന്റെയും താഴോട്ട് ഇതേപോലെ തന്നെ ക്രോഷോലേസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതിന്റെ ദുപ്പട്ട വന്നിട്ട് ഇതേപോലെ ഒരു സാൻഡിൽ കളർ, ഒരു ക്രീം കളറിലോട്ട് ഇതേപോലെ വന്നേക്കുന്നത്. ബോട്ടം ഞാൻ കാണിച്ചു തരാം. അപ്പം ഇതാണ് സെക്കൻഡ് കളറ്. തേർഡ് വന്നിട്ട് മസ്ലിൻ തന്നെ ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് ഈ കളർ കോമ്പിനേഷൻ. യെല്ലോ വിത്ത് ഒരു റാണി പിങ്ക് കളറിലോട്ട് ഇതേപോലെ കണ്ടോ. ഞാൻ അതുകൊണ്ടാണ് ഇത്ര ക്ലോസ് ആയിട്ട് കാണിച്ചു തന്നെ. ആ സീക്വൻസും ഓൾ ഓവർ വർക്കൊക്കെ പോയിട്ടുണ്ട്. ഇതിന്റെ ദുപ്പട്ട വന്നിട്ട് ഇതേപോലെയാണ് വന്നേക്കുന്നത്. യെലോയിലോട്ട് ഇതേപോലെ, ഇതിന്റെ എൻഡിലോട്ട് ഇതേപോലെ ഈ ക്രോഷോലേസും സ്റ്റോൺസും വെച്ചിട്ടുണ്ട്. അപ്പം പിന്നെ ഇത് രണ്ടും കൂടെയുള്ള ഡിഫറൻസ് മനസ്സിലാക്കാൻ ഇതുപോലെ ഉണ്ട്. ഇതിന്റെ ആ ഒരു ബേസ് വന്നേക്കുന്നത് റാണി പിങ്ക് ആണ് ഫുള്ള്. ഇതിന്റെ വന്നേക്കുന്നത് യെല്ലോ ആണ് കേട്ടോ. കണ്ടോ, ഈ ഒരു നോക്കിയാൽ അറിയാം. ഇതിന്റെ ഫാബ്രിക് വന്നേക്കുന്നത് ഇവിടെയാണ് ഇത് വന്നേക്കുന്നത് റാണി പിങ്ക്, ഇതിന്റെ യെല്ലോ. അപ്പൊ ഇതിന്റെ ദുപ്പട്ട വന്നിട്ട് ഇതിന്റെ ഏതാ ദുപ്പട്ട, സോറി ഇതിന്റെ ദുപ്പട്ട മാറിപ്പോയി. ഇതിന്റെ ദുപ്പട്ടയാണ് റാണി പിങ്ക് വന്നേക്കുന്നത്. കണ്ടോ, ആ ബേസ് വന്നേക്കുന്നത് ഇതിന്റെയാണ് യെല്ലോ വന്നേക്കുന്നത്. അപ്പൊ ഇതാണ് ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് കേട്ടോ. ഇതാണ്. അപ്പം നിങ്ങൾക്ക് റാണി പിങ്കിന്റെ ദുപ്പട്ടയുള്ളതാണോ യെല്ലോയുടെ ദുപ്പട്ടയുള്ളതാണോ എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ. അപ്പം അടുത്തത് ഇനി ഇതിന്റെ തന്നെ ഈ മസ്ലിൻ തന്നെ ഭയങ്കര സ്മൂത്ത് ഫാബ്രിക് ആയിട്ട്. അത് നമ്മൾ അത്രയും കോമൺ അല്ല ഇങ്ങനത്തെയൊക്കെ ഓരോ ഇതുപോലെ കാന്ത സ്റ്റിച്ച് വന്നിട്ട് കണ്ടോ, ഇതേപോലെ ഓൾ ഓവർ കാന്ത സ്റ്റിച്ച് വന്നിട്ട് ഇതേപോലെ കണ്ടോ. എന്നിട്ട് ക്രോഷോലേസ് താഴെ, ഇത് നമ്മുടെ ഫ്രണ്ട് പോർഷനിലോട്ട് വരും. ഇതാണ് ഇതിന്റെ ബേസ് കളർ, ഇതേപോലെ പിങ്ക് ഇതെല്ലാം വന്നിട്ട് എൻഡിലോട്ടിന്റെ ദുപ്പട്ട നല്ല അടിപൊളിയാട്ടോ. ഇത് നോക്കി ടസിൽസ് ഒക്കെ വെച്ചിട്ട് ഇതേപോലെ ഉണ്ട് കണ്ടോ. നല്ല ഫ്ലോറൽ ഡിസൈൻസ് ഒക്കെ വന്നിട്ട് ടാസിൽസ് ഒക്കെ വെച്ചിട്ട്. ഓക്കെ, ഇത് ഞാൻ ഓപ്പൺ ചെയ്യുമ്പോൾ കാണിച്ചു തരാം. ഇതിന്റെ വർക്ക് കാണിച്ചു തരാനാണ് ഞാൻ ഇത്ര ക്ലോസ് ആയിട്ട് ഇത് കാണിച്ചു തന്നെ. കണ്ടോ, ഇതുപോലെ ഉണ്ടാവും. ഓക്കെ, അത് തന്നെ വേറൊരു കളറ് ഇതേപോലെ തന്നെ ഈ ഒരു യെല്ലോ വിത്ത് ഈ ഒരു കോമ്പിനേഷൻ ഇതേപോലെ ഉണ്ട്. ഫുള്ളി കാന്ത സ്റ്റിച്ച് വന്നിട്ടുള്ള വർക്കാണ്. ഇതിന്റെ ദുപ്പട്ട വന്നിട്ട് ഇതേപോലെ ആണ് കേട്ടോ. ഈ ഒരു പാറ്റേൺ ഇതേപോലെ ഉണ്ടാവും. ഇതിന്റെ ദുപ്പട്ട വന്നിട്ട് ഇതുപോലെ പിങ്ക് വിത്ത് ഈ ഒരു പിങ്ക് അല്ല, നല്ലൊരു ഓണിയൻ ഷെയ്ഡോ എന്ത് ഷെയ്ഡാന്ന് പറയാം, അത്രയും നല്ലൊരു ഷെയ്ഡാണ്. ഇതുപോലെ ഉണ്ടാവും. ഇതിന്റെ ബോട്ടം വന്നിട്ട് ഇതേപോലെ ഈ ഒരു കളർ പ്ലെയിൻ റയോണിലാണ് കേട്ടോ വന്നേക്കുന്നത്. നല്ല അടിപൊളി ഫാബ്രിക് ആണ്. അപ്പം ഇത് ടോപ്പ് ദുപ്പട്ട ഇതേപോലെ ഇതുപോലെ ഉണ്ടാവും. ഓക്കെ, ഇനി ഇതിന്റെ സെക്കൻഡ് ഉണ്ടാവും. ഇത് യെല്ലോ വിത്ത് ഈ ഒരു കോമ്പിനേഷൻ തന്നെ യെലോയിലോട്ട് വന്നേക്കുന്നതാണ് കേട്ടോ. ഇത് തന്നെ യെലോയിലോട്ട് വന്നേക്കുന്നതാണ്. സെയിം തന്നെ നേരത്തെ കാണിച്ച തന്നെ ദുപ്പട്ടയെല്ലാം സെയിം തന്നെ യെലോയിലോട്ട് വന്നിട്ടുണ്ട്. ഇത് ഇതേപോലെ ഉണ്ടാവും കണ്ടോ. നമ്മൾ റെഡിയാക്കി കഴിയുമ്പോൾ നല്ല രസമാട്ടോ. ഇതിന്റെ ബോട്ടം വന്നിട്ട് ഇതേപോലെ ഉണ്ടാവും. അപ്പം ഇതാണ് ടോപ്പ്, ഈ ഒരു ദുപ്പട്ട വന്നിട്ട്. ഓക്കെ, ഇതേപോലെ. ഓക്കെ, ദുപ്പട്ടയുടെ ക്ലോസ് ആയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതേപോലെയാണ് ആ വർക്ക് കണ്ടോ, ഇതുപോലെ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത് രണ്ടാമത്തെ. നല്ല നമുക്ക് ഈ വെറൈറ്റി എപ്പം കാണുന്ന പോലെ നിറച്ചും സ്റ്റോൺസ് വർക്കും അല്ല, അങ്ങനെ ഒന്നുമല്ല. ഇത് കുറച്ചും കൂടെ നല്ലൊരു പ്രിന്റ് ഒക്കെ ആണ് കണ്ടോ. ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പ്രിന്റ് അതിനകത്ത് വന്നേക്കുന്നത്. ഇതിന്റെ നല്ല രസം. ഓക്കെ, വെറൈറ്റി ആണ് എപ്പോഴും കണ്ടോ. ഇതുപോലെ ഇത് ഒക്കെ റെഡിയാക്കിയിട്ട് എന്ത് രസമായിരിക്കും എന്ന് അറിയോ. ഇതുപോലെ ഉണ്ട്. ഇതിന്റെ ദുപ്പട്ട വന്നിട്ട് ഇത് ആ സെയിം തന്നെ ഒരു ക്രീമിലോട്ടാ വന്നേക്കുന്നത്. ക്രീം എന്ന് പറയാൻ പറ്റില്ല, ഒരു ഗ്രീനിന്റെ ചെറിയൊരു ലൈറ്റ് ഗ്രീനിന്റെ കൂടെ ഷെയ്ഡ്. നല്ല ഫ്ലവേഴ്സിന്റെ ഡിസൈൻ ആയിട്ട് നമുക്ക്, ഞാൻ പറഞ്ഞില്ലേ എപ്പോൾ കാണാത്ത ഓരോ പ്രിന്റാണ് ഇതിനകത്ത് വന്നേക്കുന്നത്. ബോട്ടം വന്നിട്ട് ഈ ഒരു പ്ലെയിൻ ക്രീം എന്ന് പറയാൻ പറ്റില്ല, സാൻഡൽ കളർ എന്ന് പറയാൻ പറ്റില്ല. ഇതാണ് അതിന്റെ ഡിസൈൻസ് ഉണ്ട്. ഓൾ ഓവർ നല്ല ഫ്ലോറൽ ഡിസൈൻസ് ഒക്കെ വന്നിട്ട് ഇതേപോലെ ഉണ്ടാവും. ഓക്കെ, അപ്പം ഇതാണ്. ഓക്കെ, ഇതിന്റെയൊക്കെ റേറ്റ് വരുന്നത്, റേറ്റ് ഞാൻ പറയാട്ടോ, 3250 ആണ് ഇതിന്റെയൊക്കെ റേറ്റ് വരുന്നത് കേട്ടോ. സോറി, ഇതിന്റെ റേറ്റ് വരുന്നത് 2990 ആണ് കേട്ടോ. അൺസ്റ്റിച്ചഡ് ആയിട്ട് വരുമ്പോൾ, സ്റ്റിച്ചഡും കൂടെ വരുമ്പോൾ റേറ്റിൽ ഡിഫറൻസ് വരും. അടിപൊളി ബ്ലാക്ക്, എന്ത് രസം പറയും. ഇതൊരു ആഷ് വിത്ത് ഈ ഒരു കോമ്പിനേഷൻ ആണ്. ഇതേപോലെ കണ്ടോ, ആഷ് ഭയങ്കര റെയർ ആയിട്ടുള്ള കളേഴ്സ് അല്ലേ നോക്കി. ഇതാണ് ആഷ് വിത്ത് ബ്ലാക്ക്, നല്ല അടിപൊളി കോമ്പിനേഷൻ ആണ്. ആ ഫ്ലോറൽ ഡിസൈൻസ് കണ്ടോ നിങ്ങൾ, ഇതുപോലെ എന്ത് ഭംഗിയാന്ന് നോക്കി. താഴോട്ട് ആ സ്റ്റോൺസ്, ഫുള്ളി സ്റ്റോൺസ് വർക്കും എല്ലാം. ഇതിന്റെ ബോട്ടം വന്നിട്ട് ഈ ഒരു പ്ലെയിൻ ഈ ഒരു കളറാണ് കേട്ടോ. ഇതുപോലെ ഉണ്ടാവും. ഓക്കെ, അപ്പം ഈ ഒരു കോമ്പിനേഷൻ ദുപ്പട്ട ഇതേപോലെ ഉണ്ടാവും. ഇതിന്റെ ബാക്കിലോട്ടൊക്കെ ഈ ഒരു പ്രിന്റ് തന്നെയാണ് കേട്ടോ വരുന്നത്. ബാക്ക് കണ്ടോ, ബാക്കൊക്കെ ഇതേപോലെ വരും, പ്ലെയിൻ ആയിട്ട് ഇതേപോലെ കണ്ടോ. അപ്പം ഇതൊരു കളറ്.
ഇത് കണ്ടോ ഫുള്ളി കാന്ത, ഇതാണ് 3250 വരുന്ന ഫുള്ളി കാന്ത സ്റ്റിച്ച് വന്നിട്ട് പ്യുവർ ഒരു ശരിക്കും ഒരു സിൽക്ക് കുർത്തി. നോക്കി ഇതൊക്കെ നമ്മൾ നല്ല കോളറൊക്കെ കിട്ടി ചെയ്തു വെച്ചാൽ അടിപൊളിയായിരിക്കും. കോളർ പാറ്റേണിലോട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാല് നല്ല രസമായിരിക്കും കേട്ടോ. അടിപൊളി നല്ല എന്താ പറയാ ഭയങ്കര മസ്ലിൻ ഫാബ്രിക് ആണ്, അത്രയും സ്മൂത്ത് ആണ്. ഇത് കണ്ടോ ഇതിന്റെ ഈ പ്രിന്റ് വരുന്നത് ഇതേപോലെയാണ്. ഇതേപോലെ നോക്കി ദുപ്പട്ട വന്നിട്ട് നോക്കി ബ്യൂട്ടിഫുൾ ആണ്. നോക്കി നല്ല രസമാണ്. ദുപ്പട്ട വന്നിട്ട് ഇതേപോലെ ഉണ്ടാവും. ടോപ്പും ഈ ഒരു ദുപ്പട്ടയും കൂടി ഇതേപോലെ ഉണ്ടാവും. കണ്ടോ ഫുള്ളി കാന്ത സ്റ്റിച്ചിന്റെ ബാക്ക് വന്നിട്ട് ഇതേപോലെ ഫുൾ ഫ്ലോറൽ ഡിസൈൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കണ്ടോ ബോട്ടം വന്നിട്ട് റയോണിലോട്ട് ഇതേപോലെ. ഓക്കെ ഇതാണ് ഇതിന്റെ യെല്ലോ വന്നിരിക്കുന്നത്. ഓൾ ഓവർ ഓരോ സ്റ്റോൺസ് പോയിട്ടുണ്ട്. കണ്ടോ ഇതിനകത്തോട്ട് ഓരോ സ്റ്റോൺസും പോയിട്ടുണ്ട്. യെല്ലോ വിത്ത് പിങ്ക് അടിപൊളി കോമ്പിനേഷൻ ആണ് കേട്ടോ. ഇതേപോലെ ഉണ്ട്. ഇതാ നോക്കിയേ യെല്ലോ വിത്ത് ഈ ഒരു യെല്ലോ പിങ്ക് കോമ്പിനേഷൻ, റാണി പിങ്ക് കോമ്പിനേഷൻ ഇതേപോലെ ഉണ്ട്. ദുപ്പട്ട വന്നിട്ട് ഇതേപോലെ അടിപൊളി. ഇതുപോലെ പാന്റ് ഇതാണ് ടോപ്പ്. ഇതുപോലെ ബോട്ടം വന്നിട്ട് ഈ ഒരു കളറ് ബോട്ടം. ഓക്കെ അപ്പോൾ ഇത്രയാണ് ഇതിനകത്ത് കാണിച്ചേക്കുന്നത്. ഇത് വന്ന് അടിപൊളി. ഇത് മസ്ലിൻ ഫാബ്രിക് കണ്ടോ, പ്യുവർ മസ്ലിൻ ആണ്, അത്രയും സോഫ്റ്റ് ആണ്. ഇതിനകത്തോട്ട് ഇതിന്റെ എൻഡ് കണ്ടോ ഓൾ ഓവർ ഇതുപോലെ ഓരോ കട്ട് വർക്ക് വന്നേക്കണുണ്ടോ. ഇത് കണ്ടോ കട്ട് വർക്ക് നമുക്ക് ഇങ്ങനെ സിംഗിൾ ആയിട്ട് നോക്കുമ്പോഴേ അറിയുള്ളൂ. കട്ട് വർക്ക് വന്നേക്കണുണ്ട് ഇതിന്റെ എൻഡ് പോർഷനിലോട്ട് ക്രോഷോ ലേസും പിന്നെ അത് മാത്രമല്ല ആ ഫാബ്രിക്കിലോട്ട് സ്റ്റോൺസും ഇതൊക്കെ പോയിട്ടുണ്ട്. നല്ല രസമാട്ടോ. നോക്കി ഇതും 3250 ആ റേഞ്ചാ വരുന്നത്. കുറച്ചും കൂടെ മേലോട്ട് നല്ല വിട്ടും ലെങ്ത്തൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. ഇതാണ് അതിന്റെ ബോട്ടം വരുന്നത്. ബോട്ടം മെറ്റീരിയൽ. ഇതിന്റെ ദുപ്പട്ട നല്ല രസമാണത്. ശരിക്കും നമുക്ക് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് വെയർ ചെയ്യാം. ഇതാ ഇതും 3250 നല്ലൊരു ഡിസൈനർ. ഇതാണ് കൺസെപ്റ്റ്. കണ്ടോ ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ അപ്പൊ ഇത്രയാണ്. ഇത് അൺസ്റ്റിച്ചഡ് ആയിട്ട് വേണമെങ്കിൽ പറഞ്ഞാൽ മതി. ഇതിന്റെ റേറ്റ് വരുന്നത് 3250 ആണ്. 3500 ആണ് കേട്ടോ. അതാ ആപ്ലിക് വർക്ക് ഒക്കെ വന്നേക്കുന്നതുകൊണ്ടാണ്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ വാട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിനകത്തേക്ക് കോൺടാക്ട് ചെയ്താൽ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നതായിരിക്കും. ബുക്ക് ചെയ്തിട്ട് അൺസ്റ്റിച്ചഡ് ആയിട്ടാണ് വേണ്ടെങ്കിൽ നമുക്ക് വിത്തിൻ 2-3 ഡേയ്സ് തന്നെ ഡെസ്പാച്ച് ചെയ്യും. സ്റ്റിച്ചഡ് ആണെങ്കിൽ പറഞ്ഞാൽ മതി. നമുക്കൊരു 7 to 10 വർക്കിംഗ് ഡേയ്സ് എടുക്കും. ഓക്കെ താങ്ക് യു.